ആദ്യത്തെ അനുബന്ധമാണ്. അവർ വ്യവസായ തൊഴിലാളികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ വ്യവസായങ്ങളായ ഇരുമ്പ്, സിമന്റ്, പെയിന്റ് ഇത്തരത്തിലുള്ള മൗലികമായ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അതിന്റെ ഉപയോഗത്തിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയുടെ ഏറ്റവും ചാമ്പ്യൻ കൺസ്ട്രക്ഷൻ വർക്കറാണ്. ആ കൺസ്ട്രക്ഷൻ വർക്കർക്ക് വ്യവസായ തൊഴിലാളിക്ക് തന്നെ ഇത് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കൺസ്ട്രക്ഷൻ വർക്കറുടെ സ്ഥിതി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരെ കുറിച്ച് ഓർമ്മയാണ് അൺഓർഗനൈസ്ഡ് വർക്കർ, അസംഘടിത തൊഴിലാളികൾ. ഇരുമ്പ് ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആളുകൾ സംഘടിത തൊഴിലാളികൾ, കമ്പി കെട്ടുന്നവർ അസംഘടിത തൊഴിലാളികൾ, സിമന്റ് ഉണ്ടാക്കുന്നവർ സംഘടിത തൊഴിലാളികൾ, സിമന്റ് തേക്കുന്ന ആളുകൾ അസംഘടിത തൊഴിലാളികൾ. അസംഘടിത തൊഴിലാളികൾ സിമന്റ് തേക്കില്ലെങ്കിൽ, കമ്പി കെട്ടിയില്ലെങ്കിൽ ഇരുമ്പ് സിമന്റ് കൊണ്ടുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ അവകാശങ്ങൾ നിർണയിച്ചു കിട്ടേണ്ട ഏറ്റവും വലിയ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ വർക്ക് പോകുന്നത്. ഇന്ന് ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ വിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേരിലുകൊണ്ട് റോഡുകൾ, വിമാനത്താവളങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞത്ത് പണി നടക്കുന്നു. ആ വിഴിഞ്ഞം മുഴുവൻ പണിയുന്ന ആരാണെന്ന് അദാനിയുമാണ്.